ആത്മാവ് അനന്തതയിലേക്ക് ലയിക്കുമ്പോൾ മൃദുശരീരത്തിൽ നാം അണിയിക്കുന്ന വെള്ളവസ്ത്രം അതൊരു യാത്രയപ്പ് വസ്ത്രമല്ല, ജ്ഞാനസ്നാനത്തിൻ്റെ ദൃശ്യമായ ഒരു അടയാളമാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി പാപത്തിൻ്റെ കറകളിൽ നിന്നൊക്കെ മാറ്റി വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നു. യെശയ്യാ ദീർഘദർശി പറയുന്നത് പോലെ, വിജയിച്ചവരെ ഞാൻ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ക്രിസ്തീയ മൃദുസംസ്കാര ചടങ്ങിൽ ഭവനത്തിൽ മൃദുശരീരത്തിൽ നാം വെള്ളവസ്ത്രം ധരിപ്പിക്കാറുണ്ട്. ആത്മാവിൻ്റെ നിത്യതയിലേക്കുള്ള യാത്രയിൽ നാം അണിയിക്കുന്ന ആ വെള്ളവസ്ത്രം ഒരു യാത്രയപ്പ് വസ്ത്രമല്ല, മറിച്ച് ജ്ഞാനസ്നാനത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി പുതുജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ വെള്ളവസ്ത്രം. വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട്: വിജയിച്ചവർക്ക് ഞാൻ വെള്ളവസ്ത്രം നൽകും. മരണമടഞ്ഞവർ നിദ്രയിലാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയാറുള്ളത്. അപ്പോസ്തലൻ്റെ വാക്കുകളിൽ, ആ നിദ്രയായവർ വെള്ളവസ്ത്രം അണിഞ്ഞുകൊണ്ട് കർത്താവിനോടൊപ്പം മരിക്കുന്നു. പുലരിയുടെ മഹത്വത്തിൽ വെള്ളവസ്ത്രമണിഞ്ഞ് അവർ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. വൈദികൻ മൃതദേഹത്തിൽ വെള്ളവസ്ത്രം ധരിപ്പിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: പ്രിയ സഹോദര സഹോദരി, ജ്ഞാനസ്നാനത്താൽ നീ അണിഞ്ഞ ഈ വെള്ളവസ്ത്രം ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞു എന്നതിൻ്റെ ബാഹ്യമായ അടയാളമായിരുന്നല്ലോ. മലിനപ്പെടാതെ നീ കാത്തു സൂക്ഷിച്ച ഈ വിശുദ്ധി നിത്യസൗഭാഗ്യത്തിന് കൂട്ടായിരിക്കട്ടെ എന്നതിൻ്റെ അടയാളമാകട്ടെ ഈ വെള്ളവസ്ത്രം. ഈ പ്രാർത്ഥന വൈദികൻ ചൊല്ലുമ്പോൾ സഭ പഠിപ്പിക്കുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ജ്ഞാനസ്നാനത്തിൻ്റെ ഓർമ്മയും പൂർത്തീകരണമാണ്. ജ്ഞാനസ്നാന വേളയിൽ വെള്ളവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് നീ ക്രിസ്തുവിനെ അണിയുക എന്നാണ് ഒരു പുരോഹിതൻ നമുക്ക് ചൊല്ലിത്തരിക. ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതം ആരംഭിക്കുന്നത്. ഈ വെള്ളവസ്ത്രം പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിൻ്റെയും വിശുദ്ധിയുടെയും അടയാളമാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ശിശുവിൻ്റെ മേൽ ജ്ഞാനസ്നാന സമയത്ത് ഈ വെള്ളവസ്ത്രം ധരിപ്പിക്കാറുള്ളത്. നിത്യതയിലേക്കുള്ള യാത്രയിൽ ഈ വെള്ളവസ്ത്രം നമ്മളെ ആവരണം ചെയ്യുമ്പോൾ ആ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിത്യസൗഭാഗ്യത്തിൽ ചേർക്കപ്പെടുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധരായ പലരും ജ്ഞാനസ്നാനത്തിൽ തങ്ങളെ ധരിപ്പിച്ച വെള്ളവസ്ത്രം കാത്തു സൂക്ഷിക്കുമായിരുന്നു. തങ്ങളുടെ മൃതസംസ്കാര ചടങ്ങിൽ ഈ വെള്ളവസ്ത്രം അണിഞ്ഞുകൊണ്ട് സംസ്കരിക്കപ്പെടുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു. ഈ വെള്ളവസ്ത്രം അണിയിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതുജീവനിലേക്കുള്ള പ്രവേശനമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. രണ്ടാമത്തെ അടയാളം എന്നത് ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതാണ്. അദൃശ്യമായ കൃപയുടെ ഒരു ആവരണം നമ്മളെ പൊതിയുന്നു. അത് നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല, കർത്താവിൻ്റെ കരുണ കൊണ്ടും കർത്താവിൻ്റെ നീതിയാലുമാണ്. നമ്മളെ പൊതിയുന്ന ആ വെള്ളവസ്ത്രം ക്രിസ്തു നമ്മളെ വില കൊടുത്ത് വാങ്ങിയതാണ് എന്നതിൻ്റെ അടയാളമാണ്. വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇപ്രകാരമാണ്: കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മുടെ വസ്ത്രങ്ങളെല്ലാം അവൻ വെളുപ്പിച്ചു. അത് നമ്മുടെ നിത്യതയിലേക്കുള്ള യാത്രയിൽ മുതൽക്കൂട്ടാവും. ക്രിസ്തുവിനെ അണിഞ്ഞുകൊണ്ട് നമ്മൾ ഉയർപ്പിൻ്റെ പുലരിയിലേക്ക് പ്രവേശിക്കുന്നു. അതൊരു രക്ഷാകവചമാണ്. ആ കവചത്തിലൂടെയാണ് അവൻ നമ്മളെ വീണ്ടെടുത്തത്. മൃദുസംസ്കാര ചടങ്ങിൽ ദേഹത്ത് ധരിപ്പിക്കുന്ന ആ വെള്ളവസ്ത്രം ഇരുളിനെ മാറ്റി പ്രകാശത്തിൻ്റെ വസ്ത്രമണിയുന്നതിൻ്റെ ഓർമ്മയാണ്. ക്രിസ്തുവാകുന്ന രക്ഷാകര മാർഗത്തിലൂടെ നമ്മൾ വീണ്ടെടുപ്പിൻ്റെ മക്കളായി തീർന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ അടയാളം പദവിയും ഉയർപ്പിൻ്റെ മഹത്വവുമാണ്. വെള്ളവസ്ത്രം ഉയർപ്പിൻ്റെ അടയാളമാണ്. ഉയർപ്പ് തിരുനാളിൽ നമ്മൾ വെള്ളവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുക. പാപത്തിൻ്റെ ഇരുളിനെ മാറ്റി അനശ്വരതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിത്യതയുടെ അടയാളമെന്നോണമാണ്
വെള്ള വസ്ത്രം നമ്മൾ ധരിക്കുന്നത്. ഇഹലോക ജീവിത ആലയത്തിൽ നിന്ന് നിത്യതയുടെ ആലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ വെള്ള വസ്ത്രം നമ്മളെ മഹത്വമുള്ള ശരീരങ്ങളാക്കി മാറ്റുന്നു. ഇനി നമ്മൾ കർത്താവിൻ്റേതാണ്, ആ ഒരു പദവിയാണ് നമുക്ക് ലഭിക്കുക. ഇനി നമ്മൾ ദൈവത്തിൻ്റേതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും നമ്മുടെ ശരീരം തേജോന്മയമായ നിത്യതയുടെ ശരീരമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പുതിയ ജീവിതവും പുതിയ ശരീരവും നമുക്കുണ്ടാവുകയും അത് കർത്താവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെടുകയും ചെയ്യുന്നു. മൃതശരീരത്തിൽ വെള്ളയങ്കി ധരിപ്പിക്കുന്നതിൻ്റെ 4ാമത്തെ ദൃശ്യമായ അടയാളം സമത്വത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. മരണപ്പെട്ടവരെല്ലാവരും ഒന്നാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിന് സമ്പന്നരെന്നോ ദരിദ്രരെന്നോ പക്ഷപാതമില്ല, വേർതിരിവുകളില്ല. എല്ലാവരുടെയും ദേഹത്ത് ഒരുപോലെ വെള്ളവസ്ത്രം അണിയിക്കുന്നു. അതിനർത്ഥം മരണപ്പെട്ടവരെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ളതാണ്. മൃതശരീരം വഹിക്കുന്ന പേടകത്തിൻ്റെ പ്രൗഢിയോ വിലയോ അല്ല, മറിച്ച് ആത്മാവിൻ്റെ വിശുദ്ധിയാണ് പ്രധാനം. ദൈവത്തിനെല്ലാവരും തുല്യരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വെള്ളവസ്ത്രം അണിയിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ അഗസ്തിനോസ് മൃതശരീരത്തിൽ ചാർത്തുന്ന വെള്ളയങ്കി പ്രത്യാശയുടെ വസ്ത്രമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്ന ഒരുവൻ ക്രിസ്തുവിനോടൊപ്പം തന്നെ ഉയർത്തെഴുന്നേൽക്കും. ഞാനിനി മുതൽ കർത്താവിൻ്റേതാണ് എന്ന ഐഡൻറ്റിറ്റിയാണ് ഈ വെള്ളവസ്ത്രം അണിയിക്കുന്നതിൻ്റെ മഹനീയമായ അടയാളം. ഇനി മുതൽ ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് പ്രവേശിക്കുന്നു. വെളിപാട് പുസ്തകം പറയുന്ന പോലെ പ്രഭാതത്തിൻ്റെ പുലരിയിൽ, ഉയർപ്പിൻ്റെ മഹിമയിൽ ഈ വെള്ളയങ്കി മാറ്റി നാം കർത്താവിൻ്റെ വസ്ത്രമണിഞ്ഞുകൊണ്ട് നിത്യസൗഭാഗ്യത്തിലേക്ക് ചേർക്കപ്പെടും.